ഹലോ, ഞാൻ അന്നൊരു പുളിയഞ്ചിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ? അത് ഇട്ട് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തെ പുളിയഞ്ചിയൊക്കെ ഇപ്പോൾ നമുക്ക് ഓണത്തിന് പാക്ക് ചെയ്തത് കിട്ടും അല്ലേ? അപ്പോൾ അതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. ബാക്കി വന്ന സാധനം കൊണ്ട് ഞാനൊരു പുതിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ശേഷം നമുക്ക് ആലോചിച്ചിട്ട് ഒരു പുതിയ പേര് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം പഴം എടുക്കുക, എന്നിട്ട് കഷ്ണമാക്കിയിട്ട് വേവിക്കാൻ വെക്കുക. സേമി എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പഴം നന്നായിട്ട് ഉടയ്ക്കാം. വെന്ത പഴം നന്നായിട്ട് ഉടച്ചിട്ട് അതിൽ അരിപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. കണ്ടോ? അതിന് ശേഷം നമ്മൾ സേമിയ വാരി വയ്ക്കും. എന്നിട്ട് അതിൽ ശർക്കര ഇട്ടിട്ട് ഇളക്കിയിട്ട് ഈ ഉണ്ടല്ലോ, ഇത് നേന്ത്രപ്പഴവും അരിപ്പൊടിയും കൂടിയുള്ള അത് കയ്യിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത്തിരി സേമിയയുടെയും ശർക്കരയുടെയും മിക്സ് വെച്ചിട്ട് ഒന്നും കൂടി ഉണ്ടേക്കും, ഉരുട്ടും. എന്നിട്ടത് ആവി കയറ്റിയിട്ട് എടുക്കും. നല്ല സ്വാദുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാനിപ്പോൾ പേരിട്ടു കേട്ടോ, പഴസേമിയം എന്ന് പേരിട്ടിട്ടുണ്ട്. പേരിടൽ ചടങ്ങ് ഇതാ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അത് നല്ല സ്വാദുണ്ട്.